നമസ്കാരം. ജ്ഞാനതലം 19. ഇത് ഗുരുജി കാനഡയിൽ വെച്ച് 1995 ഒക്ടോബർ 17 നമുക്ക് തന്ന ജ്ഞാനമാണ്. ശിഷ്യത്വം അവസാനിക്കുന്നു. ജ്ഞാനത്തിന് ഒരു അവസാനമുണ്ട്, അത് പൂർത്തിയാകുന്നു. അതുതന്നെയാണ് ശിഷ്യത്വത്തിൻ്റെ സ്ഥിതിയും. കാരണം ജ്ഞാനസമ്പാദകന് ജ്ഞാനസമ്പാദനമാണ് ശിഷ്യന്റെ ലക്ഷ്യം. നിങ്ങൾ അക്കരെ എത്തിക്കഴിഞ്ഞാൽ എത്ര നല്ല തോണിയായാലും നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നു. 12 വർഷം കൊണ്ട് ശിഷ്യൻ പഠനം പൂർത്തിയാക്കുമ്പോൾ സമാവർത്തം എന്ന ചടങ്ങ് ഗുരു ആചരിക്കുന്നു. തനിക്ക് തുല്യനാണെന്ന രീതിയിൽ പെരുമാറാൻ, അങ്ങനെ ദൈവികതയെ, ബ്രഹ്മത്തെ വെളിപ്പെടുത്താൻ ഗുരു ശിഷ്യനോട് ആവശ്യപ്പെടുന്നു. അതോടെ ശിഷ്യത്വം അവസാനിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും ഒരുപോലെ നൽകുന്ന സുഹൃത്താണ് സഖാവ്. സഖാവ് ഇഷ്ടഭാജനത്തെ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹം ഇഷ്ടഭാജനത്തെ കാണാൻ വെമ്പുന്നു. ജ്ഞാനമോ മോക്ഷമോ ഒന്നും അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിന്റെ പ്രേമം അനന്തമാണ്. അനന്തതയ്ക്കാകട്ടെ പൂർണ്ണമാകാനും പറ്റില്ല. അനന്തമായ പൂർണ്ണതയിൽ അദ്ദേഹത്തിന്റെ പ്രേമം പൂർണ്ണമാണ്. പ്രേമ മാർഗത്തിന് അന്ത്യമില്ല. അർജുനൻ കൃഷ്ണന്റെ സഖാവായിരുന്നു. പരിപൂർണനായ ഗുരുവായിരുന്നിട്ട് കൂടി കൃഷ്ണൻ അർജുനന്റെ സഖാവുമായിരുന്നു. നിങ്ങൾ ആരാണ്? ശിഷ്യനോ അതോ സഖാവാണോ?